യുവാക്കൾക്കായി 1 ലക്ഷം കോടിയുടെ പദ്ധതി. GST നിരക്കുകൾ കുറയ്ക്കുമെന്നും പ്രധാനമന്ത്രി. യുവാക്കൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന എന്നാണ് പുതിയ പദ്ധതിയുടെ പേര്. ഈ പദ്ധതി അനുസരിച്ച് സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾക്ക് സർക്കാരിൽ നിന്ന് 15,000 രൂപ ലഭിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കും. ഈ പദ്ധതിയിലൂടെ ഏകദേശം 3.5 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ദൈനംദിന ആവശ്യത്തിനുപയോഗിക്കുന്ന വസ്തുക്കളുടെ GST കുറയ്ക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത ദീപാവലിയോടെ GST പരിഷ്കരിക്കുമെന്നും വില കുറയുന്നതോടെ സാധാരണക്കാർക്ക് അത് വലിയ ആശ്വാസമാകുമെന്നും മോദി പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. സ്വന്തം കരുത്തിലും കഴിവിലും വിശ്വസിക്കുകയാണ് ആത്മനിർഭരതയ്ക്കുള്ള വഴിയെന്നും ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടതില്ലെന്നും മോദി പറഞ്ഞു. US തീരുവയെ പരോക്ഷമായി സൂചിപ്പിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. രാജ്യത്തിന്റെ ആത്മനിർഭരത ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടു. ശത്രുവിനെ തകർത്തത് രാജ്യത്തിന്റെ സ്വന്തം ആയുധങ്ങൾ ഉപയോഗിച്ചാണ്. സെമി കണ്ടക്ടർ രംഗത്ത് വളരാനുള്ള ശ്രമത്തിലാണ്. ഈ വർഷം അവസാനത്തോടെ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ ഉണ്ടാകും. ഊർജ്ജരംഗത്തും സ്വയം പര്യാപ്തമാവുകയാണ് ഇന്ത്യ. ഹൈഡ്രജൻ എനർജിക്കായി ശതകോടികൾ ചെലവഴിക്കുന്നു. ആണവോർജ്ജ രംഗത്തും വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. 2030 ആവുമ്പോഴേക്കും 50% ക്ലീൻ എനർജി എന്നതാണ് ലക്ഷ്യമെന്നും മോദി പറഞ്ഞു. ഇന്ത്യയുടെ ആകാശം സുരക്ഷിതമാക്കാൻ മിഷൻ സുദർശൻ ചക്ര. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സുദർശൻ ചക്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇസ്രയേലിന്റെ അയൺ ഡോമിന് സമാനമായ സുദർശൻ ചക്ര മിഷൻ പ്രഖ്യാപിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത 10 വർഷത്തിനുള്ളിൽ, അതായത് 2035ഓടെ രാജ്യത്തിന് വ്യോമ പ്രതിരോധ കവചവും കൃത്യതയാർന്ന പ്രത്യാഘാത ശേഷിയും നൽകുന്നതാകും ഈ പദ്ധതി. ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ശത്രുവിന്റെ ആക്രമണങ്ങളെ നിർവീര്യമാക്കുക മാത്രമല്ല, അവർക്ക് പല മടങ്ങ് തിരിച്ചടി നൽകുകയും ചെയ്യുന്ന ശക്തമായ ആയുധ സംവിധാനമായിരിക്കും സുദർശൻ ചക്ര മിഷൻ എന്ന് മോദി പറഞ്ഞു. ഇസ്രയേലിന്റെ അയൺ ഡോം പോലെ എല്ലാ വ്യോമാക്രമണ ഭീഷണികളിൽ നിന്നും രാജ്യത്തിന് സംരക്ഷണം നൽകാൻ ഈ മിഷന് കഴിയും. ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്താൻ ശ്രമിച്ചതിന് സമാനമായ ആക്രമണങ്ങളെ ഭാവിയിൽ പ്രതിരോധിക്കുക എന്നതും സുദർശൻ ചക്ര മിഷന്റെ ലക്ഷ്യമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സുദർശൻ ചക്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ, മറ്റു തന്ത്രപ്രധാന പ്രദേശങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിനായി പുതിയ സാങ്കേതിക പ്ലാറ്റ്ഫോമുകൾ രാഷ്ട്ര സുരക്ഷാ കവച് പദ്ധതിക്ക് കീഴിൽ വിന്യസിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 10 വർഷത്തിനുള്ളിൽ 2035ഓടെ ഈ ദേശീയ സുരക്ഷാ കവചം വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ആധുനികവൽക്കരിക്കാനുമാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ശത്രുക്കൾക്ക് കൃത്യതയോടെ തിരിച്ചടി നൽകാൻ ഇന്ത്യയെ സജ്ജമാക്കുന്ന ഈ തന്ത്രവിദ്യ രാജ്യത്തിന്റെ പ്രതിരോധശേഷിയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നും മോദി പറയുന്നു. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനത്തിൽ ചരിത്രപരമായ 5 പ്രഖ്യാപനങ്ങളാണ് മോദി നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിനും പിന്നാലെ നടന്ന ഓപ്പറേഷൻ സിന്ദൂരിനും ശേഷം മോദിയുടെ ആദ്യ സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു അത്. 103 മിനിറ്റ് നീണ്ട പ്രസംഗം റെഡ് ഫോർട്ടിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തി. രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകുന്ന 5 സുപ്രധാന പദ്ധതികളാണ് മോദി പ്രഖ്യാപിച്ചത്. ഈ ദീപാവലി ഇരട്ടി ദീപാവലിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് GST പരിഷ്കരണങ്ങളുടെ അടുത്ത ഘട്ടം നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ GSTയിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുവെന്നും പുതിയ മാറ്റങ്ങൾ രാജ്യത്തുടനീളമുള്ള നികുതിദായകരുടെ ഭാരം കുറയ്ക്കുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് വിപണിയിലെത്തുമെന്ന് മോദി പ്രഖ്യാപിച്ചു. നിലവിൽ 6 സെമി കണ്ടക്ടർ യൂണിറ്റുകൾ പ്രവർത്തനത്തിലുണ്ട്. കൂടാതെ 4 പുതിയ യൂണിറ്റുകൾക്ക് കൂടി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ജനത ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ ഈ വർഷം അവസാനത്തോടെ വിപണിയിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങൾക്ക് വേണ്ടി 1 ലക്ഷം കോടി രൂപയുടെ മെഗാ പദ്ധതി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന പേരിൽ ഈ പദ്ധതി ഇന്നു മുതൽ നടപ്പിലാക്കും. ആദ്യ ജോലിക്ക് സാമ്പത്തിക സഹായം. പദ്ധതി പ്രകാരം സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി നേടുന്ന യുവതീ-യുവാക്കൾക്ക് സർക്കാരിൽ നിന്ന് 15,000 രൂപ ധനസഹായം ലഭിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കും. ഇതിനൊപ്പമാണ് സുദർശൻ ചക്ര മിഷനും പ്രഖ്യാപിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ ഏത് നീക്കങ്ങളെയും തകർത്തെറിയാൻ ശേഷിയുള്ള കരുത്തുറ്റ ആയുധ സംവിധാനം വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള മിഷൻ സുദർശൻ ചക്ര പദ്ധതിക്കാണ് ഇന്ത്യ തുടക്കം കുറിച്ചത്. രാജ്യത്തിന്റെ സുരക്ഷാ കവചം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഈ സുപ്രധാന നീക്കം ദേശീയ സുരക്ഷാ രംഗത്ത് പുതിയ അധ്യായം കുറിക്കും. ശത്രുക്കളുടെ ഏത് വെല്ലുവിളിയും നേരിടാൻ പര്യാപ്തമായ അതിനൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു പ്രതിരോധ വലയം തീർക്കുകയാണ് സുദർശൻ ചക്രയുടെ പ്രഥമ ലക്ഷ്യം. ഇത് കേവലം ഒരു ആയുധ സംവിധാനമല്ല, മറിച്ച് രാജ്യത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഉറച്ച പ്രതിജ്ഞ കൂടിയാണ്. ദേശീയ സുരക്ഷാ കവചമെന്ന ആശയത്തിന് പുതിയ മാനം നൽകിക്കൊണ്ട് ഭാവിയിലെ വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ ഇന്ത്യയെ സജ്ജമാക്കുകയാണ് ഈ മിഷൻ.
രാജ്യത്തിന്റെ പ്രതിരോധശേഷിക്ക് പുതിയ മാനങ്ങൾ നൽകുന്ന ഈ പദ്ധതി മുൻകാലങ്ങളിൽ നേരിട്ടേക്കാവുന്ന പ്രതിരോധ പോരായ്മകളെ മറികടന്ന് ഇന്ത്യക്ക് അഭേദ്യമായ ഒരു സുരക്ഷാവലയം തീർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തിന് വർദ്ധിച്ച ഊർജ്ജം പകരുമ്പോൾ ഭീഷണികളെ നേരിടുന്നതിൽ രാജ്യം ഇപ്പോൾ കൂടുതൽ സജ്ജമാണെന്ന സന്ദേശമാണ് ഈ മിഷൻ നൽകുന്നത്.